ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇന്ത്യൻ ഹിന്ദു, പിന്നെ ദുബായിലുള്ള അല്ലെങ്കിൽ UAE ഇരിക്കുന്ന ഹിന്ദു, അല്ലെങ്കിൽ അമേരിക്കയിലിരിക്കുന്ന ഹിന്ദു എന്നുള്ളതൊക്കെ മാറിയിട്ട് ഒരു ഗ്ലോബൽ ഹിന്ദു നെറ്റ്വർക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനുള്ള ലീഡർഷിപ്പാണ് ശരിക്കും അമേരിക്കയിൽ നിന്നും ഞങ്ങൾ കൊടുക്കേണ്ടത്. അപ്പം പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് അമേരിക്ക ഈസ് എ ഹ്യൂജ് കൺസ്യൂമറിസ്റ്റ് കൺട്രി. അപ്പോൾ ഒരുപാട് ബിസിനസ്സിൻ്റെ ടോപ്പ് ഐഡിയാസ് അല്ലെങ്കിൽ അതിൻ്റെ ക്രീം ക്രൗഡ് ഇരിക്കുന്ന സ്ഥലമാണ് അമേരിക്ക. ക്രീം ക്രൗഡ് ഇരിക്കുന്നത് മാത്രമല്ല, ആ ക്രീം ക്രൗഡിന് ഇന്ത്യയിലുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ ഇന്ത്യൻസ് ആണ് അമേരിക്കയിലേക്ക് ഈ പൊസിഷനിൽ ഇരിക്കുന്ന പലരും. ഇപ്പോൾ അവിടുത്തെ ടോപ്പ് 50 കമ്പനീസിന് നിങ്ങളൊക്കെ അത് പക്ഷേ കണ്ടു കാണും, വാട്സാപ്പിലൊക്കെ അത് കറങ്ങിറങ്ങും. ടോപ്പ് 50 കമ്പനികളുടെ CEO-മാരുടെ പേരെടുത്ത് നോക്കിയാൽ അതിൽ 90% ഇന്ത്യക്കാരുടെ പേരുകളാണ്. അപ്പോൾ ലീഡ് റോളുകളിൽ നമ്മൾ ഇരിക്കുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ പോലും ഒരു സെക്കൻഡ് ഓർ തേർഡ് ലെവലിലൊക്കെ ഇരിക്കുന്ന പലരും ഇന്ത്യൻസ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും. ഈവൻ അതർവൈസ് US ഇരുന്നിട്ട് ഒരുപാട് സോഷ്യലി ആയാലും പൊളിറ്റിക്കലി ആയാലും ഈവൻ ഓൺ എ റിലീജിയസ് സൈഡ് പല കാര്യങ്ങൾക്ക് നമുക്ക് ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇറ്റ്സ് ഹൈ ടൈം KHNA ഫോക്കസ് ഓൺ ദാറ്റ്. അല്ലാതെ അവിടെ എന്ത് ചെയ്യാം എന്നുള്ളത് മാത്രമല്ല, ഹൗ ക്യാൻ വി ലീഡ് ദ വേൾഡ് ഇൻ ദിസ് ഫ്രെയിം എന്ന് ആലോചിക്കേണ്ട സമയമായിരിക്കണം.